തെങ്ങ് കയറി നീരച്ചെത്താനും ഇതര സംസ്ഥാന തൊഴിലാളികളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് കേരളത്തിലെ കർഷകർ. വാണിജ്യാടിസ്ഥാനത്തിൽ നീരോൽപാദനം കേരളത്തിൽ ആദ്യമായി ആരംഭിച്ച കൊല്ലം കൈപ്പുഴ നീരോൽപാദക സഹകരണ സംഘമാണ് നീരച്ചെത്താനും സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിലാളികളെ എത്തിച്ചത്. 2 മാസത്തെ സൗജന്യ പരിശീലനം നൽകിയാണ് ഇതര സംസ്ഥാന തൊഴിലാളികളെ സംഘം നീരച്ചെത്താൻ പ്രാപ്തരാക്കിയത്. തെങ്ങില്ലാത്ത ജാർഖണ്ഡിൽ നിന്നാണ് നീരച്ചെത്താനുള്ള തൊഴിലാളികളെ കൊല്ലത്തുള്ള കർഷക സംഘങ്ങൾ കണ്ടെത്തിയത്. 2 മാസത്തെ പരിശീലനം കഴിഞ്ഞപ്പോൾ നാട്ടിലുള്ളവരെക്കാൾ മികച്ച ചെത്തുകാരായി ജാർഖണ്ഡിൽ നിന്നുള്ള യുവാക്കൾ മാറി. കൈപ്പുഴ നീരോൽപാദക സഹകരണ സംഘത്തിന്റെ മൺട്രോത്തുരുത്ത് പെരിങ്ങോലത്ത് മാത്രം 19 അന്യസംസ്ഥാന നീരച്ചെത്തുകാരാണ് ജോലി ചെയ്യുന്നത്. ये काम तो हम लोग के लिए तो अच्छा ही पसंद है हम लोग का. अभी जैसे लीटर में निकल रहा है, किसी का 5-6 ऐसे ही, किसी का 10 तक निकल रहा है. जैसे निकलेगा वैसे ही खुशी भी लगेगी. ഒരു ദിവസം 400 മുതൽ 450 രൂപ വരെ ഇവർ സമ്പാദിക്കുന്നുണ്ടെന്നാണ് കർഷക സംഘം പ്രതിനിധികൾ പറയുന്നത്. തെങ്ങിൽ നിന്ന് ഒരാൾക്ക് ഒരു ദിവസം 1 ലിറ്റർ നീരെ കൂടുതൽ 1.5-2 ലിറ്റർ നീരെടുക്കാൻ ഒരു ദിവസം ഒരാൾക്ക് 10-15 ലിറ്ററോളം നീരെടുക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഒരാൾക്ക് ഒരു ദിവസം 450-500 രൂപ എങ്ങനെയൊക്കെയാലും വരുമാനം കുറഞ്ഞതേ കിട്ടും. ജാർഖണ്ഡുകാരെ ചെത്തുകാരാക്കാനുള്ള പരിശ്രമത്തിന്റെ ആദ്യഘട്ടം വിജയിച്ചതോടെ കൂടുതൽ തൊഴിലാളികളെ നാട്ടിലെത്തിച്ച് നീരോൽപാദനം വിപുലീകരിക്കാനാണ് കർഷക സംഘങ്ങൾ ആലോചിക്കുന്നത്. ക്യാമറാമാൻ ഷിജു ചവറയ്ക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, റിപ്പോർട്ടർ, കൊല്ലം.